ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ സിംഗിൾ, അതായത് ഒരൊറ്റ ആൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഷ്വർ ചെയ്യാം? ഇറ്റ്സ് എ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷനിലേക്ക് പോകുമ്പോൾ കോമ്പിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കോമ്പിനേഷനിൽ സിംഗിൾ പ്രോഡക്റ്റ് ആണ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീകമ്പോസിഷനിൽ സിംഗിൾ റിയാക്റ്റൻ്റ് ആണ് ഉണ്ടാകുക. ഓക്കെ ആണോ? നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ കോസസ് വെൻ വൺ റിയാക്റ്റൻറ്റ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ടു 2 or more products. This can happen when a reactant substance is broken down by heat or by the application of electricity. അവിടെ ഓർ ലൈറ്റ് എന്നുള്ളൊരു പോയിന്റും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു സിംഗിൾ റിയാക്റ്റൻറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സെവറൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഒരു റിയാക്റ്റൻറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വെറുതെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുമോ? നമുക്ക് വാട്ടറിനെ വെറുതെ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്ലൈ സംതിങ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുന്നത് എന്താവാം? ചില കേസിൽ അത് ഹീറ്റ് ആവാം, ചില കേസിൽ അത് സൺലൈറ്റ് ആവാം, ചില കേസിൽ അത് ഇലക്ട്രിസിറ്റി ആവാം. അതിനനുസരിച്ച് നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ, ഫോട്ടോ ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിസിസ്, ഇങ്ങനെ ഓരോ ഡീകമ്പോസിഷൻസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവയെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ആണ് ഈ ഡീകമ്പോസ്ഡ് ടു ഫോം എ ടു പ്രോഡക്ട്സ്. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരാളെ കണ്ടാൽ അത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഒരാളെ കണ്ടാൽ അതെന്താണ്? നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിക്കാറുണ്ട്? ഇതെന്ത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ നമ്മുടെ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. നമ്മളെ ടൈപ്സ് ഓഫ് റിയാക്ഷനിൽ തന്നെ ഏറ്റവും വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സിംഗിൾ ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ ഈ സൈഡിലുള്ള ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനറൽ എഴുതിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. AB+C ഗീവ്സ് AC+B. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ C ഒറ്റക്കാണ്, B ആരുടെ കൂടെയാണ്? Aയുടെ കൂടെയാണ്. പക്ഷെ പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ അതെന്തായി? C ആരുടെ കൂടെ കമ്പൈൻ ചെയ്തു? Aൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു. നമ്മുടെ B എടുത്ത് പുറത്തേക്ക് ഇട്ടു, B എടുത്ത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ Cക്ക് ഒരാളുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് Bനെ എടുത്ത് പുറത്തേക്ക് ഇടാൻ പറ്റുന്നത്? അത് നമുക്ക് നോക്കണ്ടേ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹിയർ എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഇവിടെ നമ്മുടെ AB എന്നുള്ള ഒരു കോമ്പൗണ്ട് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുണ്ട്. അതിൽ നിന്ന് B എന്താണ്? ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ C എന്ത് ചെയ്യും? Aൻ്റെ കൂടെ കയറി ഇരുന്നിട്ട് നമ്മുടെ B അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ C എന്താണ്? മോർ റിയാക്റ്റീവ് ആണ്. സോ ഇറ്റ് ഡിസ്പ്ലേസസ് B എന്ത് ചെയ്യും? നമ്മുടെ B എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ആകും. നമ്മുടെ C എന്താകും? Aൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും. ഇവിടെ നമ്മളെ അയേണും കോപ്പർ സൾഫേറ്റും തമ്മിലുള്ള റിയാക്ഷൻ ഉണ്ട്. നമ്മുടെ അയേണ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒറ്റയ്ക്ക് നിന്ന ആൾ എന്ത് ചെയ്തു? പ്രോഡക്റ്റിൻ്റെ സൈഡ് ആയപ്പോഴേക്കും സൾഫേറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് ഡിസ്പ്ലേസ്ഡ് കോപ്പർ. സോ ഹിയർ അയേൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ ഇറ്റ് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ എക്സാമ്പിളിൽ AB+CD ഗീവ്സ് AD+CB. ഇതൊരു ജനറൽ റിയാക്ഷനാണ്. നമുക്ക് AB എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്, CD എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്, പിന്നെ AD എന്നുള്ളൊരു കോമ്പൗണ്ടും CB എന്നുള്ള കോമ്പൗണ്ടും ആയിട്ട് അത് മാറുന്നുണ്ട്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ AB എന്തായി? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ AD ആയി. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെ CD പ്രോഡക്റ്റിൻ്റെ സൈഡിൽ CB ആയിട്ട് മാറി. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ BD എന്നുള്ള 2 അയോൺസ് അവിടെ എക്സ്ചേഞ്ച് ചെയ്തു, അല്ലേ? നമ്മുടെ Aയും Cയും എന്ത് ചെയ്തു? അവരുടെ അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്നത്. 2 പേരും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഹിയർ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ വെർ പാർട്ട് ഓഫ് വൺ റിയാക്റ്റൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ പാർട്ട് ഓഫ് അനദർ റിയാക്റ്റൻറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും.
ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ റിഡോക്സ് റിയാക്ഷനിലേക്കാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, നമ്മുടെ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾ എന്തായാലും അത് നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ പറയാം. റിഡോക്സ് റിയാക്ഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷൻ എന്നുള്ള 2 ടേംസ് പറയാനുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, ഓക്സിജൻ അഡീഷൻ എന്നുള്ളതാണ്. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ഓക്സിജനെയും റിമൂവൽ ഓഫ് ഹൈഡ്രജനെയും നമുക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. സോ എ സബ്സ്റ്റൻസ് ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡ് ഈസ് സെഡ് ടു ബി ഓക്സിഡൈസ്ഡ് ഈഫ് ഓക്സിജൻ ഈസ് ആഡഡ് ഓർ ഹൈഡ്രജൻ ഈസ് റിമൂവ്ഡ്. ഇങ്ങനെയാണ്. അപ്പോൾ റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിഡേഷൻ്റെ ഓപ്പോസിറ്റാണ്. റിഡക്ഷൻ, റെഡ്യൂസ്, റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് നമ്മുടെ റിഡക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഓക്സിഡേഷനും റിഡക്ഷനും സെപ്പറേറ്റ് പറഞ്ഞു തന്നു. ഇനി ഒരു സിംഗിൾ കെമിക്കൽ ഇക്വേഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാൻ കഴിയും. ഇവിടെ കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കോപ്പർ പ്ലസ് വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ കോപ്പറിൻ്റെ കൂടെ ഓക്സിജൻ ഉണ്ടെങ്കിലും അത് പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്ക് എന്തായിട്ട് മാറി? ആ കോപ്പറിൻ്റെ കൂടെയുള്ള ഓക്സിജൻ റിമൂവ് ചെയ്തു. സോ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്താണ്? നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. അവിടെ കോപ്പർ ഓക്സൈഡിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. ഇനി ഹൈഡ്രജനോ? ഹൈഡ്രജൻ പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്ക് ഹൈഡ്രജൻ്റെ കയ്യിൽ എന്തെത്തിയിട്ടുണ്ട്? വാട്ടർ വന്നിട്ടുണ്ട്. സോ അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ എന്താ അവിടെ നടന്നത്? ഓക്സിഡേഷനാണ് നടന്നത്. ഇനി ഇവിടെ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയായിരിക്കും? ഓക്സിഡേഷൻ നടന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന്. അല്ല, റിഡക്ഷൻ നടന്ന ആളെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വിളിക്കേണ്ടത്. എന്താണ്? റിഡക്ഷൻ നടന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന്. അത് മറക്കരുത് കേട്ടോ. എപ്പോഴും നമുക്ക് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഈ ടോപ്പിക്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിൽ നമ്മൾ കളർ ചേഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റിലെ ഓരോ റിയാക്ഷൻസിലെയും കളർ ചേഞ്ചും നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്